നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതൊരു കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും പിന്നെ ആർസണൽ ന്യൂക്കാസിൽ മാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും. സോ കുറെ അപ്ഡേറ്റുകൾ പറയാനുണ്ട്. റഫീനയുടെ കമന്റ്സ്, മുസിയാലയുടെ കാര്യം, കോബി മൈനോയുടെ കാര്യം, മാൻ യുണൈറ്റഡിന്റെ മറ്റ് അപ്ഡേറ്റുകൾ, ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ബാർസലോണയിൽ നിന്ന് തുടങ്ങാം. സോ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്കായി മാറിയിരിക്കുകയാണ് ആ റഫീനയുടെ കമന്റ്സ്. ഇപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. റഫീന കമന്റ് പാസ് ചെയ്തതിനു ശേഷം റഫീനയും ലപ്പോട്ടയ്ക്കും ഇടയിൽ ഒരു ടോക്ക് കിടക്കുക. അത് അവസാനം ചിരിച്ചാണ് പിരിഞ്ഞത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് സെഷനിടയിൽ. സോ നമുക്കറിയാം സൂപ്പർ കോപ്പ എസ്പാനിയ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയ്ക്ക് അഗേൻസ്റ്റ് ബാർസലോണ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ടെക്നിക്കലി 4 പുലർച്ചെ 12:30 കളിക്കാനായിട്ട് പോവാണ്. സോ അതിനു മുമ്പത്തെ പ്രസ് കോൺഫറൻസിൽ ഡാനി ഓൾമോ പാവ് വിക്ടർ സിറ്റുവേഷനെ കുറിച്ച് നമ്മുടെ ക്യാപ്റ്റനായ റഫീനയോട് ചോദിക്കുകയുണ്ടായി. ആസ് ഓഫ് നൗ ഇവർ രണ്ടുപേരും രജിസ്റ്റേർഡ് അല്ല. ഡാനി ഓൾമോനെയും പാവ് വിക്ടറിനെ നമ്മൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ കളിക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ ബാർസലോണ എന്തെങ്കിലും കാരണവശാൽ അപ്രൂവൽ കിട്ടുവാണെങ്കിൽ കളിപ്പിക്കാന്നുള്ള ഹോപ്പിലാണ്. ഫൈനലിലോട്ട് കിടക്കുവാണെങ്കിൽ സൺഡേയിലെ ഫൈനലിന് മുംബൈയിലും അവരെ കളിപ്പിക്കാനായിട്ടുള്ള ഡിസിഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ആ ഒരു പ്രതീക്ഷയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. സോ ഇത് റഫീനയോട് ഇതിനെക്കുറിച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോൾ റഫീന പറയുകയുണ്ടായി, ഈ സിറ്റുവേഷൻ കുറച്ച് അൺസർട്ടൻ ആണ്. അതായത് നമുക്കറിയാം മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതാൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ബോർഡിന് അത്യാവശ്യം പ്രഷറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി പ്ലേയേഴ്സിന്, അതായത് കോച്ചിങ് സ്റ്റാഫിനും പ്ലേയേഴ്സിനും ഇതൊരു അൺസർട്ടൺ സിറ്റുവേഷൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ പ്രോബ്ലി ഈ ഒരു അൺസർട്ടനിറ്റി അഥവാ ചെറുതായിട്ട് ഒരു ഡിഗ് തന്നെയാണ് കൊടുത്തത് ബോർഡിനെ അഗേൻസ്റ്റ്. കാരണം എനിക്ക് റഫീന പറഞ്ഞ കമന്റ്സ് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. രണ്ട് രീതിയിൽ എടുക്കുന്നവരുണ്ട്, പക്ഷെ ഒരു അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. ആള് പറഞ്ഞത് എന്താണ്? ആള് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ കൗണ്ട് ചെയ്യുന്ന 2 പ്ലേയേഴ്സാണ് ഇവർ. അതായത് ഡാനി ഓൾമോയും പാവ് വിക്ടറും ടീമിൽ റെഗുലർലി എസ്പെഷ്യലി ഓൾമോ മിനിറ്റ്സ് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് പ്ലെയർ ആണ്. ഡാനി ഓൾമോ ഓഫ് നൗ ഇസ് സ്റ്റാർട്ടർ ഫോർ ബാർസലോണ. സോ ഈ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തത് ബോർഡിനേക്കാൾ ഉപരി കോച്ചിങ് സ്റ്റാഫിനും അതുപോലെ തന്നെ പ്ലേയേഴ്സിനിടയിലും ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനിടയിൽ ഒരു അൺസർട്ടനിറ്റി ഇത് കാരണം വന്നിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. ഞങ്ങൾക്ക് അവരെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ, ആകെപ്പാടെ ഇപ്പം ടീമിന്റെ പ്ലാനിങ്ങിനെ തന്നെ ഇത് ബാധിച്ചു എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത്. ഇത് കൂടാതെ ആൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. ഇപ്പം ഫ്യൂച്ചർ സൈനിങ്സിൽ, അതായത് മറ്റൊരു പ്ലെയർ ഇപ്പം ബാർസലോണ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ഇനി ഇങ്ങോട്ട് വരാനായിട്ട് ഒന്നുകൂടെ ആലോചിക്കൂ എന്നുള്ള രീതിയിൽ. കാരണം ആൾ പറയുന്നുണ്ട്, ഇപ്പം ഞാനാണ് ഒരു പ്ലെയർ, എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ ഔട്ട് സൈഡ് ഒരു പ്ലെയർ ആണ്, ഇപ്പോൾ ബാർസലോണ എന്നെയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണ്, ഞാൻ സൈൻ ചെയ്യാനായിട്ട് ബാർസലോണയായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലൊരു പേടി വരും, അതായത് എൻ്റെ ഉള്ളിലൊരു അൺസർട്ടനിറ്റി വരും, ഞാൻ ഈ ഡീലുമായിട്ട് മുന്നോട്ട് പോകണം, ഈ ഡാനി ഓൾമോ സിറ്റുവേഷൻ പോലെ കൂടുതൽ കെയോട്ടിസം ആവുമോ, എൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുമോ, എനിക്കിത് ഫ്യൂച്ചറിൽ ഇത് പണിയാവും എന്നുള്ള രീതിയിൽ ഒരു ഔട്ട് സൈഡ് ഒരു പ്ലെയർ ഈ ഒരു രീതി ചിന്തിക്കും, അത് ക്വയറ്റ് നാച്ചുറൽ ആണെന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. സോ ടു ആൻ എക്സ്റ്റെൻഡ് ഈ പറഞ്ഞത് സത്യമല്ല. ഇത് ഇപ്പോൾ നമ്മൾ ഇതൊരു ഓപ്പൺ സീക്രട്ട് ആണല്ലോ, ഇതെല്ലാം നമ്മളിപ്പോൾ തുറന്ന് ഇപ്പം റഫീൻ ഇത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിലോട്ട് ഇനി ഇറങ്ങുമ്പോഴേക്ക് ഏതൊരു പ്ലെയറും ആ ഒരു കാര്യത്തിൽ അൺസർട്ടൻ ആയിട്ട് നിൽക്കും ബാർസലോണയുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച്. സോ ആളത് ഒരു അർത്ഥത്തിൽ തുറന്നു പറഞ്ഞത് കൂടുതൽ പ്രഷർ ബോർഡിന് വന്നിട്ടുള്ളത് കാര്യം 100% ഉറപ്പാണ്. നമുക്കറിയാം വിക്ടർ ഫോണ്ട് ഈ ലപ്പോട്ടയ്ക്ക് അഗേൻസ്റ്റ് മത്സരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നവർ ഒരു നോഷം പാസ് ചെയ്യാൻ പോവാണെന്നും ആൾ റിസൈൻ ചെയ്യണമെന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇത് പാസ്സാക്കാൻ പോകാന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ആസ് ഓഫ് നൗ പുള്ളി റിസൈൻ ചെയ്യത്തില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻസ് അടുത്ത വർഷമാണ് വരുന്നത്. നമുക്കറിയത്തില്ല. ഈ ഡാനി ഓൾമോ സിറ്റുവേഷൻ എന്തായാലും ലപ്പോട്ടയ്ക്ക് അനാവശ്യ തലവേദന വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അഗേൻസ്റ്റ് ഇപ്പം ലലീഗ എന്തായാലും ഇതൊരു രജിസ്ട്രേഷൻ അലോ ചെയ്തിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡും സെവിയയും അത്ലറ്റിക് ക്ലബ്ബുമാണ് ഇത് ഈ ഒരു രജിസ്ട്രേഷൻ അഗേൻസ്റ്റ് ഏറ്റവും കൂടുതൽ ബാർസലോണയെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ആസ് ഓഫ് നൗ ഒന്നും സോർട്ടഡ് ഔട്ട് ആയിട്ടില്ല. ആൻഡ് റഫീനയുടെ കമന്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ ഡാനി ഓൾമോയുടെ കാര്യം എന്ന് പറയാനായിട്ടാണ്, ഡാനി ഓൾമോയിൽ ബയൺ മ്യൂണിക്ക് എന്തോ ഒരു പ്രിൻസിപ്പൽ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 100% റിലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബാർസലോണ എന്തെങ്കിലും കാരണവശാൽ ജാനുവരി രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജാനുവരി 20 ശേഷം വരെ എങ്ങാണ്ട് ഒരു ഡേറ്റ് എങ്ങാണ്ട് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നും, അഥവാ എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ ബയൺ മ്യൂണിക്ക് ജോയിൻ ചെയ്യുന്നുള്ള രീതിയിലാണ് ഈ ന്യൂസ് കേൾക്കുന്നത്. അത് എൽ നാഷണലോ മറ്റോ ആണ് റിപ്പോർട്ട് ചെയ്താൽ 100% റിലയബിൾ ഒന്നും അല്ല. സോ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. സോ അതുപോലെ തന്നെ നമ്മൾ മറ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കുകയാണ്. സോ ബാർസലോണയെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടാണെങ്കിൽ ഡൂറാൻ്റെ ഡെലിഗേറ്റ്സുമായിട്ട് ബാർസലോണ ഡിസ്കഷൻ നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ജോൺ ഡൂറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആസ്റ്റൺ വില്ലയുടെ സെൻട്രൽ ഫോർവേഡ്. സോ ടോണി ജോൻ മാർട്ടിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റാണ്. സോ ആളുടെ ഡെലിഗേറ്റ്സ് ബാർസലോണ ബോർഡുമായിട്ട് ഡിസ്കഷൻ നടത്തി എന്നുള്ള രീതിയിൽ. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. പുള്ളിയുടെ ഒരു ഡ്രീം മൂവാണ് ബാർസലോണ എന്ന് റൂമറുകളുണ്ട്. പക്ഷേ എന്തായാലും അസ് ഓഫ് നൗ 60 മില്യൺ പൗണ്ട്സ് ആണ് കേൾക്കുന്ന പ്രൈസ്. PSG സീരിയസ്ലി ആ എമൗണ്ട് പേ ചെയ്യാൻ റെഡിയാണെന്നും താരം പ്രിഫർ ചെയ്യുന്നത് ബാർസലോണ മൂവോ അല്ലെ വേറെ ഏതെങ്കിലും ക്ലബ് മൂവോ ആണെന്ന് കേൾക്കുന്നുണ്ട്. സോ അവിടുന്ന് നമ്മൾ നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരുവാണ്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ
ധാരാളം 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 സെയിൽസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എന്താണ് സംഭവം? നമുക്കറിയാം PSR, ഡേവിഡ് ഓൺസ്റ്റീൻ എല്ലാം ഇതുവന്ന് പറഞ്ഞിട്ടുണ്ട്. PSR റൂൾ പ്രകാരം, അതായത് പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾ പ്രകാരം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ലോസ് ഇത്ര വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിൽ PSR റൂൾ പ്രകാരം അവർ അത്യാവശ്യം ലോസുകൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂക്കാസിന്റെ സിറ്റുവേഷനൊക്കെ കണ്ടാണ് അവർ പല പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്ത് സെല്ല് ചെയ്യേണ്ടി വന്നു PSR റൂൾ പ്രകാരം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എവർട്ടൺ പല പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യുന്നത് നമ്മൾ PSR റൂൾ പ്രകാരം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ അനദർ എക്സാമ്പിൾ ആയിരുന്നു PSR റൂളിന്റെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ഡഗ്ലസ് ലൂയിസിനെയും മറ്റുമൊക്കെ ആസ്റ്റൺ വില്ലയ്ക്ക് റിലീസ് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വന്നു. സോ അസ് ഓഫ് നൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നെക്സ്റ്റ് സമ്മറിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോസിന്റെ ലിമിറ്റിലെത്തിയെന്നും അവർക്കാണെങ്കിൽ സൈനിങ്സുകൾ നടത്തണമെങ്കിലും മറ്റ് അഡീഷൻസ് കൊണ്ടുവരണമെങ്കിലും സെയിൽസിലൂടെ ഫണ്ട്സ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എന്തുകൊണ്ട് കോബി മൈനോടെയും ഗർനാച്ചോടെയും പേരുകൾ വരുന്നു? അതിനെക്കുറിച്ച് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നുണ്ട്. വേർസ്റ്റ് കേസ് സിനാരിയോയിൽ ദേ മൈറ്റ് ബി ഫോഴ്സ് ടു സെൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ക്രിസ് വീലറാണ് ഈ കാര്യം ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെയിലി മെയിലിൽ. കോബി മൈനോ വിടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്, ചെൽസി സീരിയസ്ലി താരത്തിന്റെ പുറകെ ഉണ്ടെന്ന്. അതിനുശേഷം ഇങ്ങനെ തന്നെ പറഞ്ഞു ഇതാളുടെ സാലറി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കോബി മൈനോയുടെ കളിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ തന്നെ വരും. പക്ഷേ ഡേവിഡ് ഓൺസ്റ്റീനും മറ്റ് റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാൻ യുണൈറ്റഡ് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ അങ്ങോട്ട് പോകത്തുള്ളൂ. PSR റൂൾ പ്രകാരം അവർക്ക് ഫണ്ട്സ് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിനാൽ തന്നെ ഈ കോബി മൈനോ, ഗർനാച്ചോ, അതുപോലെ തന്നെ റാഷ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹോം ഗ്രോൺ പ്ലേയേഴ്സാണ്. അതായത് അവരെ വിറ്റ് കിട്ടുന്ന ഫുള്ളും 100% പ്രോഫിറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉഗാർട്ടനെ നെക്സ്റ്റ് സമ്മറിൽ വിൽക്കുകയാണ്, ഒരു 70 മില്യൺ വിൽക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ 55 മില്യണോളം ഉഗാർട്ടയിൽ മുടക്കി. സോ ഓൾറെഡി മേ ബി ഈ ഒരു വർഷത്തെ അമോർട്ടൈസ് ചെയ്ത് കളയുന്ന ഒരു 10 മില്യൺ ആയിരിക്കാം. സോ 45 മില്യൺ സ്റ്റിൽ ഉഗാർട്ടയുടെ കോസ്റ്റ് അവിടെ ഉണ്ട്. സോ ഒരു 70 മില്യൺ വിട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 25 മില്യൺ ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അതേസമയത്ത് നിങ്ങൾ കോബി മൈനോനെ 100 മില്യൺ വിൽക്കുകയാണെങ്കിൽ 100 മില്യനും പ്രോഫിറ്റ്. റാഷ്ഫോർഡിനെ 30 മില്യൺ വിൽക്കുകയാണെങ്കിൽ 30 മില്യണും പ്രോഫിറ്റ്. ഗർനാച്ചോനെ 60 മില്യൺ വിൽക്കുകയാണെങ്കിൽ 60 മില്യനും പ്രോഫിറ്റ്. മനസ്സിലായി? ഇപ്പം ഉദാഹരണം, ഇപ്പം റാസ്മസ് ഹോയിലിൻ്റെ ഏറ്റവും എക്സാമ്പിൾ. റാസ്മസ് ഹോയിലിന് നിങ്ങൾ എത്ര 50 എത്രയാണ് റാസ്മസ് ഹോയിലിൻ്റെ ഒരു 60 മില്യൺ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ കാരണം 2 വർഷത്തെ കോസ്റ്റ് അമോർട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ 20-25 മില്യൺ ആയിരിക്കും. സോ അതിനാൽ തന്നെയാണ് ഹോം ഗ്രൗൺ പ്ലേയേഴ്സിനെ വിറ്റാൽ കൂടുതൽ ഫണ്ട്സ് റേസ് ചെയ്യാൻ പറ്റും, PSR റൂൾസ് കൂടുതൽ റിലീഫും കിട്ടും. സോ അങ്ങനത്തെ അബ്സല്യൂട്ട് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മേ ബി കോബി മൈനോ, ഗർനാച്ചോ സെയിലോട്ട് യുണൈറ്റഡ് പോയേക്കാന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇതൊരു വളരെ മോശം ഡിസിഷൻ ആയിരിക്കും. അൺടച്ചബിൾ ആയിരിക്കണം, എസ്പെഷ്യലി കോബി മൈനോ. ഗർനാച്ചോയും എൻ്റെ അഭിപ്രായത്തിൽ ഹി ഷുഡ് ബി ഗിവൺ മേച്ച് ടൈം. പക്ഷേ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഗർനാച്ചോ ടു ആൻ എക്സ്റ്റെൻഡ് അണ്ടർസ്റ്റാൻഡ്. ബട്ട് കോബി മൈനോനെ യുണൈറ്റഡ് വിൽക്കുകയാണെങ്കിൽ അത് വേഴ്സ്റ്റ് ഡിസിഷൻ ആയിരിക്കും. അങ്ങോട്ട് യുണൈറ്റഡ് പോകത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ തിങ്ക് ഹി സ്റ്റേസ്. അപ്പുറത്ത് റാഷ്ഫോർഡിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പം AC മിലാനും അതുപോലെ തന്നെ ബൊറുസിയ ഡോർട്ട്മുണ്ടുമായിട്ടാണ് ഏറ്റവും സ്ട്രോങ് ലിങ്ക്സ് വരുന്നത്. റാഷ്ഫോർഡിന്റെ കാര്യത്തിൽ എല്ലാ ക്ലബ്ബുകളും ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് വേണ്ടിയാണ് മുന്നോട്ട് നീങ്ങുന്നത് കേൾക്കുന്നുണ്ട്. സോ ഡേവിഡ് ഓൺസ്റ്റീൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡോർട്ട്മുണ്ട് സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന രീതിയിൽ. പക്ഷേ മെജോറിറ്റി ഓഫ് ദ വേജസും അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ വേജസും യുണൈറ്റഡ് ചിലപ്പോൾ കവർ ചെയ്യേണ്ടി വരും നെക്സ്റ്റ് 6 months. ഇപ്പോൾ AC മിലാനിന് വേണ്ടി AC മിലാനാണ് പുള്ളിയുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ആളുടെ ബ്രദർ കഴിഞ്ഞ AC മിലാന്റെ അതോറിറ്റീസുമായിട്ട് ഡയറക്ട്ലി മിലാനിൽ ചെന്ന് ഡിസ്കഷൻ നടത്തിയെന്നും മിലാൻ ഉടനെ തന്നെ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ, ഒബ്ലിഗേഷൻ അല്ല ഓപ്ഷൻ ടു ബൈ പ്രപ്പോസൽ യുണൈറ്റഡിന്റെ ഫ്രണ്ടിൽ ഉടനെ വിടുമെന്നുള്ള രീതിയിൽ സ്ട്രോങ് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ അസ് ഓഫ് നൗ AC മിലാൻ ആണ് ആളുടെ ഡിസൈഡ് ഡെസ്റ്റിനേഷൻ എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡ് അത് അഗ്രി ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം ഓപ്ഷൻ ടു ബൈ ഈവൻ ഇഫ് ഒരു ലോൺ പ്രപ്പോസൽ വിടുവാണെങ്കിലും കുറച്ച് വേജസ് യുണൈറ്റഡ് കവർ ചെയ്യേണ്ടി വരും. 350K എനിക്ക് തോന്നുന്നില്ല AC മിലാൻ കവർ ചെയ്യുമെന്ന്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോ അവിടെ നമ്മൾ കുറച്ച് യുണൈറ്റഡ് അപ്ഡേറ്റ്സോടെ പറയാനായിട്ടാണെങ്കിൽ ആന്റണി ഒളിമ്പിയാക്കോസുമായിട്ട് സീരിയസ് ലിങ്ക്സ് വരുന്നുണ്ട്. ഒളിമ്പിയാക്കോസ്, ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസ് ആന്റണീനെ ലോൺ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്ന രീതി കേൾക്കുന്നുണ്ട്. ബട്ട് അവർ വെച്ചേക്കുന്ന പ്രപ്പോസൽ പ്രകാരം 50-50 വേജസ് സ്പ്ലിറ്റ് നെക്സ്റ്റ് 6 months എടുക്കണമെന്നും പറയുന്നുണ്ട്. വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ കേൾക്കുന്നുണ്ട്. സോ അവിടെ നമ്മൾ മറ്റ് ലെഫ്റ്റ് ബാക്ക് സിറ്റുവേഷൻ പറയാനായിട്ടാണെങ്കിൽ അസ് ഓഫ് നൗ ന്യൂനോ മെൻഡസ് ആണ് പ്രയോറിറ്റി ടാർഗറ്റ്. അതുപോലെ മിലോസ് കർക്കസ് ആണ് സെക്കൻഡറി ടാർഗറ്റ് എന്ന് കേൾക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് മാൻ യുണൈറ്റഡിന്റെ സീരിയസ് ടാർഗറ്റുകൾ. അതുകൊണ്ട് ആ ഒരു ലിസ്റ്റിലോട്ട് പാട്രിക് ഡോർഗും കൂടെ വന്നിട്ടുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇത് കൺഫേം ആക്കിയിട്ടുണ്ട്. ലെച്ചയുടെ ഡിഫൻഡറാണ് സിറിയയിൽ കളിക്കുന്ന ബെൽജിയൻ ഇന്റർനാഷണൽ. ലെഫ്റ്റ് വിങ് ബാക്കും ലെഫ്റ്റ് ബാക്കും കളിക്കാൻ പറ്റും. 20 വയസ്സാണ്, 185 cm ഉയരം. 2029 വരെയാണ് ഈ താരത്തിന് അവിടെ കോൺട്രാക്ട് ഉള്ളത്. സോ ലെറ്റ്സി 3 ലിസ്റ്റാണുള്ളത്: ന്യൂനോ മെൻഡസ്, കർക്കസ്, പാട്രിക് ഡോർഗു.
സോ അവിടുന്ന് നമ്മൾ കോളോമുവാനിയുടെ കാര്യം എന്ന് പറയുന്നത്, കോളോമുവാനി ഇപ്പം ഡേവിഡ് ഒംസിനൊക്കെ പറഞ്ഞു കോളോമുവാനി കാര്യത്തിലൊക്കെ യുണൈറ്റഡ് ഇന്റേണലി ഡിസ്കഷൻസ് നടത്തിയിരുന്നത്. ബട്ട് കോളോമുവാനി ഇപ്പോൾ യുവൻഡസിലോട്ട് വളരെയധികം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അസ് ഓഫ് നൗ യുവൻഡസും PSG പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ വക്കീലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ആയിരിക്കും കോളോമുവാനിയുടെ കാര്യത്തിൽ വരുന്നത്. സോ അതുപോലെ തന്നെയാണ് എല്ലാവരും കേട്ട് കാണും വ്ലാഹോവിച്ച് സെർസ്കി സ്വാപ്പ് ഡീലിനെ കുറിച്ച്. വ്ലാഹോവിച്ചും സെർസ്കി നമുക്കറിയാം വ്ലാഹോവിച്ച് അബോവ് 400K പെർ വീക്കാണ് അളയം ചെയ്യുന്ന റിപ്പോർട്ടുകളുണ്ട്. സെർസ്കി നമുക്കറിയാം അധികമൊന്നുമില്ല. അത് എങ്ങനെ 2026 വരെയാണ് കോൺട്രാക്ട് ഉള്ളത്. സോ എങ്ങനെയും വ്ലാഹോവിച്ചിനെ ഒഴിവാക്കാനാണ്, അഥവാ വ്ലാഹോവിച്ച് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ വക്കിലല്ല, അത് ആൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ എങ്ങനെയും വ്ലാഹോവിച്ചിനെ ഒഴിവാക്കാനായിട്ടാണ് യുവൻഡസിന്റെ പ്ലാൻ എന്ന് കേൾക്കുന്നു. അവർക്കും കുറച്ച് FFP ഇഷ്യൂസ് ഉണ്ട്. സോ ആസ് ഓഫ് നൗ സിർസ്കി പ്ലസ് സം മണി ഫോർ ഇവന് വേണ്ടി കൊടുക്കാനായിട്ട് ഉള്ള ഒരു പ്രപ്പോസൽ, അതായത് വ്ലാഹോവിച്ചിന് വേണ്ടി പ്രപ്പോസലുമായിട്ട് യുവൻഡസ് യുണൈറ്റഡിനെ സമീപിച്ചു എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയാം സെർസ്കി ബൊളോങ്ങിനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തിയാഗോ മോട്ട അണ്ടറാണ് കളിച്ചത്. തിയാഗോ മോട്ടയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലെയർ ആയിരുന്നു, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊഫൈലായിരുന്നു. സോ അങ്ങ് നോക്കാം എന്താവുന്നു. അസ് ഓഫ് നൗ യുണൈറ്റഡ് അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. യുണൈറ്റഡിന്റെ പ്രയോറിറ്റി മെറ്റ് ഗ്യോക്കറസും അതുപോലെ തന്നെ വിക്ടർ ഒസിമനും ആണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. സോ അവിടെ നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണ് ഗ്യോക്കറസിന്റെ കാര്യം വരുമ്പോൾ റയൽ മാഡ്രിഡ് ഗ്യോക്കറസ് ഡീലിൽ ചിലപ്പം സമ്മറിൽ എൻട്രി ചെയ്തേക്കാന്ന് പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ് പെർ ഫ്ലോറിയൻ പ്ലറ്റംബർഗ്സ് റിപ്പോർട്ട് റയൽ മാഡ്രിഡ് ഇന്റേണലി ഗ്യോക്കറസിന്റെ സിറ്റുവേഷനിൽ അവെയർ ആണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഗ്രഹാം പോട്ടർ വെസ്റ്റ് ഹാമിൽ ലോപ്പറ്റെഗിയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് വരും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ആസ് ഓഫ് നൗ ലോപ്പറ്റെഗി ഇസ് ഔട്ട്. എല്ലാ കാര്യം ഓൾമോസ്റ്റ് മെയ്ഡ് ആണ് ഡിസിഷൻ. ഗ്രഹാം പോട്ടറിന് മുമ്പിൽ ഒരു പ്രൊപ്പോസൽ ചെന്നിട്ടുണ്ട്. ഇഫ് ഗ്രഹാം പോട്ടർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫൊസൻസ്കി ആയിരിക്കും അനദർ ഓപ്ഷൻ എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ PSG ആണെങ്കിൽ റോഡ്രിഗോ മോറയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. പോർട്ടോയുടെ 17 വയസ്സുകാരനായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് റോഡ്രിഗോ മോറ. സോ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഒളിമ്പിയാക്കോസ് ഡേവിഡ് ലൂയിസ്, ഇപ്പം ഫ്രീ ഏജന്റായ ഡേവിഡ് ലൂയിസിന് ഒരു പ്രപ്പോസൽ വിട്ടതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആർസണൽ ആണെങ്കിൽ കാംഗ്ലിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലോൺ പ്രപ്പോസൽ കാംഗ്ലിക്ക് വേണ്ടി ആർസണൽ ഉടനെ വിടുമെന്നും കേൾക്കുന്നുണ്ട്. സോ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലിവർപൂൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഇലോൺ മസ്ക് ഇൻട്രസ്റ്റഡ് ആയേക്കാം എന്നുള്ള രീതിയിൽ ഇലോൺ മസ്കിന്റെ ഫാദർ പറയുകയുണ്ടായി. പുള്ളിയുടെ ഗ്രാൻഡ് മദറൊക്കെ ആ ഒരു സൈഡിൽ നിന്നാണതും. സോ ലിവർപൂൾ ക്ലബ്ബ് വാങ്ങിക്കാനായിട്ട് തന്റെ മകൻ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ള രീതിയിൽ ആൾ പറയുകയുണ്ടായി. ഇതിലൊക്കെ എന്തൊക്കെ ഇരിക്കുന്ന സത്യമുണ്ടോ, ഇനി ഡിസിഷൻ ചെയ്യുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. ഐ ഡോണ്ട് നോ. ഐ തിങ്ക് ഇലോൺ മസ്ക് ലിവർപൂളിന് പറ്റിയൊരു ഓണർ ആയിരിക്കും, FSCയിലും ബെറ്റർ ആയിരിക്കുമോ, പൈസ സ്പെൻഡ് ചെയ്യോ, നോ ഐഡിയ. ഇതൊക്കെ പുള്ളിയുടെ അപ്പം പറഞ്ഞത് വെച്ച് ഇന്നലെ പുള്ളിയുടെ അപ്പൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞു ഫുൾ ലിവർപൂൾ പേജുകൾ ഇതിനെക്കുറിച്ചായിരുന്നു സംസാരം. സോ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നോ ഒക്കഫോർ AC മിലാന്റെ ഫോർവേഡായ നോ ഒക്കഫോറിന് RB ലൈപ്സിക്ക് ഒരു എന്താ പറയുക ഓഫർ വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അസ് ഓഫ് നൗ നോ ഒക്കഫോർ AC മിലാന്റെ പ്രോജക്റ്റിൽ നിന്ന് ഔട്ടാണ്. പുള്ളിക്ക് അവിടെ മിനിച്ച കിട്ടാറില്ല, ഈവൻ ഫോസസ്കയും കൊടുക്കുന്നില്ലായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ സെർജിയോ കോൺകാഷോ വന്നതിന് ശേഷം മിനിച്ചൊക്കെ അതിന് 2 കളിയൊന്നും കൊടുത്തിട്ടില്ല. സോ ഫബ്രീസ് റഹ്മാന്റെ റിപ്പോർട്ട് പ്രകാരം RB ലൈപ്സിക്ക് വളരെ ക്ലോസ് ആണ്. സോ അതുപോലെ തന്നെ ഹ്യൂമിൻ സൺ 2026 വരെ ടോട്ടനാമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സമ്മർ 2025 സമ്മറിൽ ഫ്രീ ഏജന്റ് ആകുന്നതായിരുന്നു. അത് 1 more year എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത. സോ അവിടെ നമ്മൾ ലാസ്റ്റ് ആ ഒരു ആർസണൽ വേഴ്സസ് ന്യൂകാസിൽ മാച്ച് ഒന്ന് ടച്ച് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാനാണെങ്കിൽ ആർസണൽ ഇന്നലെ 2-0 ഒരു തോൽവി എമിറേറ്റ്സിൽ വഴങ്ങുകയുണ്ടായി ന്യൂകാസിലിന് അഗേൻസ്റ്റ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ 3.09 ആണ് എക്സ്പെക്റ്റഡ് ഗോൾസ്. അപ്പുറത്ത് ന്യൂകാസിൽ 1.22. 23 ഷോട്ട് ആർസണൽ എടുത്തു. 6 ബിഗ് ചാൻസ് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. 6 ബിഗ് ചാൻസസ് മിസ് ചെയ്തു. 11 കോർണറുകൾ ആർസണൽ വിൻ ചെയ്തു. അപ്പം ന്യൂകാസിൽ 2 ബിഗ് ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്, 2 കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ബീങ് ക്ലിനിക്കൽ. ഇന്നലെ ആർസണലിന്റെ അപ്രോച്ച് പ്രോബ്ലി കുറച്ചുകൂടെ അറ്റാക്കിംഗ് ഇൻസിഡന്റ് അവർ കാണിച്ചു, പക്ഷെ ആ ഫ്രണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലൈനപ്പ് നോക്കാനായിട്ടാണ് ഇന്നലെ ട്രൊസാർഡും മാർട്ടിനെലിയുമാണ് ഹാവേർട്സിനോടൊപ്പം ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഹാവേർട്സിന്റെ ഒക്കെ ആ ലാസ്റ്റ് ആ ഹെഡർ മിസ്, എങ്ങനെ ആ ഹെഡറൊക്കെ ഹാവേർട്സ് മിസ് ചെയ്യുന്നു മാൻ. ആൻഡ് ഫസ്റ്റ് മാർട്ടിനെല്ലി ഒരു ഷോട്ട് ഭാരത് തട്ടിപ്പോന്നു. ആൻഡ് ഇറ്റ്സ് ക്ലിനിക്കലാവുന്ന ലെഫ്റ്റ് ഫ്രണ്ട് ട്രൊസാർഡിന് ചാൻസ് കിട്ടി, മാർട്ടിനെല്ലിക്ക് കിട്ടി, ഹാവേർട്സിന് എത്രയോ ചാൻസ് കിട്ടി. ഞാൻ ഒഡിഗാർഡ് ആ ഇഞ്ചുറിക്ക് ശേഷം വന്നതിന് ശേഷം മാൻ ഒഡിഗാർഡ് ഈസ് നോ ലോങ്ങർ ദ സെയിം ഒഡിഗാർഡ് ബ്രോ. സോ ആർസണൽ ഹാസ് ടു കൺവേർട്ട് ദോസ് ചാൻസസ്. സെക്കൻഡ് ലെഗ് ഇനിയും ന്യൂകാസിലിന്റെ ഹോം മാച്ചാണ്, സെയിന്റ് ജെയിംസ് പാർക്കിലാണ്. സോ ഇന്നലെ ന്യൂകാസിലിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഗോർഡനും അതുപോലെ ഫസ്റ്റ് ഹാഫിൽ 38-ാം മിനിറ്റിൽ ഇസാക്കും 51-ാം മിനിറ്റിൽ ഗോർഡനുമാണ് ഗോളുകൾ സ്കോർ ചെയ്തത്. അനറ്റൻ അഗെയിൻ ബ്രോ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ഇസാക്ക്, ഒന്നും പറയാനില്ല. കിഡിലൻ ഗോളും സൂപ്പർ ഗോളും മാത്രമല്ല, ആൾ ഗെയിമിൽ ഉടനീളം നല്ലപോലെ തന്നെ ആക്റ്റീവ് ആയിരുന്നു. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ എടുത്തത്. സോ 100%
ആക്യുറേറ്റ് ലോങ് ബോൾസ് ആണ് 2 out of 3 സക്സസ്ഫുൾ ഡ്രിബിൾസ്, ഒരു ഗോളും സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും അനദർ ഇംപ്രസീവ് പെർഫോമൻസ് ആണ് ടൊണാലി. ഇന്നലെ മിഡ്ഫീൽഡിൽ ഗ്യുമാരസ് ഇല്ലായിരുന്നു, ബ്രൂണോ ഗ്യുമാരസിന് സസ്പെൻഷൻ ആയിരുന്നു. അതുപോലെ ഡിഫൻസിൽ ഷാറിന് സസ്പെൻഷൻ ആയിരുന്നു. സോ അതിനകത്ത് തന്നെ അവർക്ക് പകരമായിട്ട് വില്ലോക്കും അതുപോലെ ബേണുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ടൊണാലി നമ്മളറിയാം ഒരു നമ്പർ 8 ആയിട്ടാണ് എ സി മിലാനിലും അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യമേ കളിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അവരുടെ ഡീപ് പ്ലേയിങ് നമ്പർ 6 റോളിൽ ആളെ ആ ഒരു ബെറ്റിംഗ് ഇഷ്യൂവിനൊക്കെ ശേഷം തിരിച്ചു വന്നതിന് ശേഷം ആളെ ആഡ് ചെയ്യാൻ തുടങ്ങിയ തൊട്ട് ആൾ അന്യായ പെർഫോമൻസ് ആണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നലെ നോക്കാനാണ് 6 passes into the final third, 3 out of 4 ആക്യുറേറ്റ് ലോങ് ബോൾസ്, 8 ഡിഫൻസീവ് ആക്ഷൻ, 100% ഗ്രൗണ്ട് ഡ്വൽസ് വോൺ, എല്ലാത്തിലും ടൊണാലി മുന്നിട്ട് വന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇവഞ്ച്വലി അറ്റ് എൻഡ് ന്യൂകാസിൽ ക്ലിനിക്കലായിരുന്നു. ആർസണലിൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല. 2-0 ഒരു വിക്ടറി നേടിക്കൊണ്ട് ന്യൂകാസിൽ പോവുകയാണ്. സെക്കൻഡ് ലെഗിൽ ക്ലിയർ ഫേവറേറ്റ്സ് ന്യൂകാസിൽ തന്നെയാണ്. സോ ഒരു ഡൊമസ്റ്റിക് ട്രോഫി അടിക്കാനുള്ള അവസരമാണ്. കമോൺ ബ്രോ, സെക്കൻഡ് ലെഗിലേലും കൺവേർട്ട് ചെയ്യുക. കാരണം ഇത് ആർസണൽ ജയിക്കാറ് നിങ്ങൾ ആർസണൽ കൂടെ വോൺ ദിസ് മാച്ച്. ഒന്നും പറയാനില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ.